ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ട്രെൻഡിങ് നമ്മുടെ ബിഗ് ബോസ് ആണല്ലേ. അതങ്ങനെ സീസൺ 7 നിൽക്കുകയാണ്. റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു പോസ്റ്റ് എനിക്കതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. അതാണ് ബിഗ് ബോസിൽ ഇപ്പോൾ താരമായിട്ടുള്ള അനീഷ് ഗവൺമെൻറ് ജോലിയിൽ നിന്ന് 5 ഇയേഴ്സ് ലീവ് എടുത്തിട്ടാണ് ആൾ ബിഗ് ബോസ് എന്ന ആ ഒരു TV ഷോയിലേക്ക് വന്നത്. അതിനെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. എങ്കിലും കൂടുതൽ ഉയർന്നു കേട്ടൊരു വിമർശനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയതിന് ശേഷം ഇങ്ങനെ ലീവ് എടുത്ത് പോകുന്ന ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിട്ട് അർഹരായവർക്ക് ഈ ജോലി കൊടുക്കണം എന്നുള്ളതാണ് കൂടുതലും കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കിനും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം. ആൾക്ക് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും പൊതുവെ ബോധേഡല്ലെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ നാട്ടിലൊരു ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നുണ്ടെങ്കിൽ ചിലർക്കിപ്പോൾ ചക്കിയിട്ട് മൊയിലെത്തും എന്ന് പറയുന്ന പോലെ OMR ഷീറ്റ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 95% പേരും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അവരതിന് വേണ്ടിയിട്ട് തന്നെ 2-3 വർഷം മെനക്കെട്ടിരുന്നിട്ടാണ് ഒരു ഗവൺമെൻറ് സർവീസിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ അവർക്ക് പേര് വരുന്നത്. റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം തന്നെ എത്രയോ നാളത്തെ കത്തിരിപ്പിന് ശേഷമാണ് മിക്കവർക്കും ഒന്ന് സർവീസിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും അവർ അത്രയും വർഷം കൊച്ചിലെ തൊട്ട് പഠിച്ച് ഒരു ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സർവീസിലെത്താൻ വേണ്ടിയിട്ട് അവർ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരാൾ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ആ പിന്നിൽ ചെയ്ത ഹാർഡ് വർക്കൊന്നും നമ്മൾ കാണത്തില്ല, നമ്മൾ റിസൾട്ടല്ലേ കാണുകയുള്ളൂ. റിസൾട്ട് കാണുമ്പോഴത്തേക്കിനും നമ്മളങ്ങ് അനുമാനിക്കേണ്ട കാര്യമുണ്ടോ അതായത് ആൾക്കത് അർഹതയില്ല എന്നുള്ളത്. എങ്കിലെന്തുകൊണ്ട് ഈ കമൻറ്റ് ചെയ്യുന്ന നമ്മളിൽ പലർക്കും ഇങ്ങനൊരു ജോലിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല? നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10th പാസ്സായവർക്ക് മിനിമം 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന PSC എക്സാംസ് ഉണ്ട്. 10th 12th ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമുക്ക് എഴുതിയത് എടുക്കാനായിട്ട്? അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏകദേശം 100% ആളുകളും ഇങ്ങനത്തെ ഒരു തൊഴിലില്ലായ്മ ഫേസ് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ പ്രൈവറ്റ് ജോബിലിരുന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളിൽ എന്തേ ആർക്കും ഗവൺമെൻറ് ജോബ് കിട്ടാത്തത്? അതിന് പിന്നിൽ ഹാർഡ് വർക്ക് വേണം. അപ്പോൾ എല്ലാവർക്കും അത് ഹാർഡ് വർക്ക്, പലർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ലാത്തവരായിരിക്കും അല്ലേ. ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം എഫേർട്ട് ഇടാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഗവൺമെൻറ് ജോബ് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുന്നത്? ഒരു ബെനിഫിറ്റും ഇല്ലെങ്കിൽ ആരും നമുക്ക് പ്രൈവറ്റിൽ ജോലി ചെയ്താൽ പോരെ. എന്തെങ്കിലുമൊക്കെ ആ സർവീസിൽ നിന്ന് നമുക്ക് പേഴ്സണലി ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്കിപ്പോൾ പെൻഷൻ കിട്ടുന്നതുകൊണ്ടാണ് മിക്കവരും തന്നെ ഗവൺമെൻറ് ജോബ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ബെനിഫിറ്റ്സ് 5 ഇയേഴ്സ് നമുക്ക് കണ്ടിന്യൂസ്ലി ലീവ് കിട്ടും. ഫസ്റ്റ് സാങ്ഷൻ ചെയ്യുന്ന 5 ഇയേഴ്സ് ആണ്. വേണമെങ്കിൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് അപ് ടു 10 ഇയേഴ്സ് വരെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ പല പല ബെനിഫിറ്റ്സ് കിട്ടുന്നത് കൊണ്ടും കൂടിയല്ലേ നമ്മളൊക്കെ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന് ഇത്രയധികം ഒരു പോപ്പുലാരിറ്റി ഉള്ളതും ആളുകൾ കൂടുതൽ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ ഒരു ബിഗ് ബോസിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫെയിമുള്ള അതിൽ എന്തെങ്കിലും ഒരു സോഷ്യലി നിൽക്കുന്ന ആളുകൾക്കാണല്ലോ കൂടുതലും അവർ ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തേക്കുന്നത്. ഗവൺമെൻറ് സർവീസിൽ ആൾ കഷ്ടപ്പെട്ട് കയറി അവിടെ നിന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആൾ യൂസ് ചെയ്തു. ഈ 5 ഇയേഴ്സ് ലീവിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് അലവൻസസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. റീജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രഷർ എങ്ങനെയാണോ ജോലിക്ക് കയറുന്നത് ആ ലെവലിലേക്ക് തന്നെയാണ് ഇവർ തിരിച്ച് ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാത്തിനെയും ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഒന്നും കാണുന്ന ആളല്ല. പക്ഷേ ഇങ്ങനത്തെ നമുക്ക് ഓരോരോ സജഷൻസ് വരുമല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട്. അങ്ങനെ ജസ്റ്റ് നമ്മളതിൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും തീരെ ആരാണ് അപ്പോൾ അർഹതയുള്ള ആൾക്കാർ? ഒരു അതിന് വേണ്ടിയിട്ടൊന്നും പരിശ്രമിക്കാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും ആണോ ഇതിന് അർഹതപ്പെട്ടവർ? കഷ്ടപ്പെടുന്ന ആരാണോ അവർക്കാണ് ഫൈനൽ റിസൾട്ട് അവർക്കുള്ളതാണ്. കഷ്ടപ്പെടാത്തവർക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കിങ്ങനെ വെറുതെ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ജോലി?